അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ കാലഘട്ടമാണ്. ഏതൊരു കാര്യവും, ബിസിനസ് ആവട്ടെ, ഇനി മറ്റുള്ള ജീവിതത്തിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളാവട്ടെ, ഇതൊക്കെയും ഡിജിറ്റൽ മാർക്കറ്റിംഗ് അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴി നമുക്ക് എല്ലാം ഏത് രീതിയിലുള്ളതിനെയും എത്തിപ്പിടിക്കാനും മനസ്സിലാക്കാനും ഉള്ള അവസരമുണ്ട്. പഴയ കാലം എടുത്തു നോക്കിയാൽ ഒരു രാജഭരണം ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ആ രാജാവിനിക്ക് ഉപദേശകരുണ്ടാകും. അത് ഓരോ വിഷയത്തിനും അതിൽ നല്ല രീതിയിലുള്ള നൈപുണ്യമുള്ളവരായിരിക്കും ഉപദേഷ്ടാക്കളായിട്ടുണ്ടാവുക. എന്നാൽ ഇന്നത്തെ കാലത്ത് ആരെങ്കിലും ഉപദേശിക്കണം എന്ന ലക്ഷ്യത്തോടുകൂടി, അല്ലെങ്കിൽ അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം എന്ന ബോധത്തോടുകൂടി ആരുടെയെങ്കിലും മുന്നിൽ നമുക്ക് എഴുന്നേറ്റേക്കാൻ പറ്റുമോ? നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ. വളരെ ഗൗരവത്തോടെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ഉപദേശം എന്ന് പറയുന്നത് ഇസ്ലാമിൽ വലിയ മഹത്തായ ഒരു കാര്യമാണ്. ആരുടെയെങ്കിലും പക്കൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു തെറ്റ് അത് നമുക്ക് ബോധ്യമായി കഴിഞ്ഞാൽ ആ തെറ്റ് തിരുത്താൻ വേണ്ടി, ആ തെറ്റ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടി ഇന്നത്തെ കാലത്ത് ആരും വിലിങ്ങനെ മുതിരാറില്ല. കാരണം തെറ്റ് തിരുത്താൻ പോയാൽ അല്ലെങ്കിൽ ഉപദേശിക്കാൻ പോയാൽ ആ ഉപദേശിക്കുന്ന ആൾക്കാരെ കുറിച്ചിട്ടുള്ള നോട്ടവും ഭാവവും ഇതൊക്കെ പല തരത്തിലാണ്. എന്നാൽ ചിലരോ ഉപദേശമാണ് ലക്ഷ്യമെങ്കിലും മറ്റുള്ള ആൾക്കാരുടെ കൂട്ടത്തിൽ നിന്ന് ഉപദേശിക്കുക എന്ന് പറയുന്നത് ഇസ്ലാം ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഉപദേശം എന്നുള്ളത് നന്മയായ പ്രവർത്തനം തന്നെയാണ്. അത് ആ രീതിയിൽ തന്നെ കാണണം. ആരുടെയെങ്കിലും പക്കൽ എന്തെങ്കിലും ഒരു തെറ്റ് കണ്ടാൽ അത് പരസ്യമായി വിളിച്ചു പറഞ്ഞിട്ട് അയാളെ അപമാനിക്കുന്ന ഒരവസ്ഥ, അത് ഉപദേശമൊന്നല്ല. അത് ഉപദേശത്തിന്റെ ഗണത്തിലേ പെടുത്താൻ പറ്റൂല. ഇസ്ലാം പറയുന്ന ഉപദേശം എന്ന് പറയുന്നത് ഉപകാരപ്രദമായിരിക്കണം. ഇവിടെയാണ് മഹാന്മാരായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ അവരുടെ ഒരു ചരിത്രം നമുക്ക് വലിയ പാഠമാകുന്നത്. ഒരു ദിവസം ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ ഇവർ രണ്ടുപേരും നിസ്കരിക്കാനുള്ള ഒരുക്കത്തിൽ വുളു എടുത്തിട്ട് കയറുമ്പോൾ ഒരു മനുഷ്യൻ അവിടെ നിന്ന് വുളു എടുക്കുന്നുണ്ട്. ആ മനുഷ്യന്റെ വുളുവിൽ എവിടെയൊക്കെയോ അപാകതകൾ, പിഴവുകളുണ്ട്. എങ്ങനെ പറയും? ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമയേക്കാളും പ്രായം ചെന്ന ആളാണ്. അവരോട് എങ്ങനെയാണ് നമ്മളിപ്പോൾ പറയുക? അവിടെ ബുദ്ധിപരമായൊരു നീക്കമാണ് അവർ രണ്ടുപേരും ചെയ്തത്. ആ പ്രായം ചെന്ന മനുഷ്യനോട് പറയാണ്, ഞങ്ങൾ രണ്ടുപേരും വുളു എടുക്കാം, ഞങ്ങളിൽ ആരുടെ വുളു ആണ് ഏറ്റവും ശരിയായത് എന്ന് ഒന്ന് പറഞ്ഞു തരണം എന്ന് പറഞ്ഞവര് രണ്ടുപേരും വുളു എടുക്കുകയാണ്. വുളു എടുത്ത് കഴിഞ്ഞലോടുകൂടി ആ പ്രായം ചെന്ന മനുഷ്യൻ പറഞ്ഞു, മക്കളെ, നിങ്ങളുടെ വുളുവിനേക്കാൾ എൻ്റെ വുളു ആണ് ഏറ്റവും മോശമായത്. എൻ്റെ വുളുവിലുള്ള തെറ്റുകളും പിഴവുകളും എനിക്ക് മനസ്സിലായിരിക്കുകയാണ്. ചിന്തിച്ചു നോക്കിയേ. ഉപദേശമെന്ന് പറയുന്നത് വാക്കുകൊണ്ട് മാത്രമൊന്നല്ല. ചില പ്രവർത്തനങ്ങളും മനസ്സിലാകുന്നവർക്ക്, ഉപകരിക്കുന്നവർക്കത് വലിയ ഉപകാരമുള്ളതാണ്. അപ്പൊ അത്തരത്തിലുള്ള മനോഭാവത്തിലാവണം നാം ഒരാളെ ഗുണദോഷിക്കുമ്പോൾ, ഉപദേശിക്കുമ്പോൾ അത് മറ്റുള്ളവർക്ക് പ്രയാസമാവുന്ന രീതിയിലാവരുത്. അതുകൊണ്ട് അവർ നന്നാവണം, നന്മയുള്ളവരാവണം. ഞാൻ ഈ പറയുന്ന ഉപദേശങ്ങൾ അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയണം. ആ ഉൾക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നല്ല മാറ്റം ഉണ്ടാവണം എന്ന ലക്ഷ്യമല്ലാതെ മറ്റുള്ളവരുടെ മുന്നിൽ അപമാനിക്കുന്ന, അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലുള്ള വാക്കുകളോ പ്രവർത്തനങ്ങളോ നമ്മുടെ ഭാഗത്ത് നിന്ന് വന്നുകൂടാ എന്ന ലക്ഷ്യബോധം നമുക്കുണ്ടാവണം. അല്ലാഹു നമ്മയൊക്കെയും ഖബൂൽ ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.